എല്ലാവർക്കും നമസ്കാരം. ഞാൻ തോമസ് ഏബ്രഹാം കോട്ടയത്തു നിന്ന് സംസാരിക്കുന്നു. സിനർജി TCI ഫോറം ഫോർ സീനിയർ സിറ്റിസൺസ് എന്നൊരു സംഘടന 2015 ആരംഭിച്ചു. അതിൻ്റെ 10ാം വാർഷികം, പത്താം ഉദയം എന്ന പേരിൽ നടക്കാൻ പോവുകയാണ്. അത് സംബന്ധിച്ച് നടത്തുന്ന ഒരു പെപ് ടോക്ക് ആണിത്. പെപ് ടോക്കുകൾ സിനർജിയിൽ ധാരാളം നടന്നു. ഇത് 100ാമത്തെ പെപ് ടോക്കാണ്. ഇതിൻ്റെ തീം ഞാൻ ബോധപൂർവം സെലക്ട് ചെയ്തിരിക്കുന്നത് സിനർജി ആസ് എ ലേണിംഗ് ഓർഗനൈസേഷൻ വേർ ആർ വി എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു തീം സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ഇത് സിനർജിയുടെ മാതൃകയിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന U3A യൂണിവേഴ്സിറ്റി ഓഫ് ദ തേർഡ് ഏജ് എന്ന സംഘടനയുടെ പ്രവർത്തനത്തിനും പ്രസക്തമാകുന്ന രീതിയിലാണ് ഞാൻ ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ലേണിംഗ് ഓർഗനൈസേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം? ഇത് മാനേജ്മെൻറ്റിൽ നിന്നും ഉള്ള ഒരു പദപ്രയോഗമാണ്. വളരുകയും വളർത്തുകയും ചെയ്യുന്നവരുടെ സംഘടന എന്നാണ് ലേണിംഗ് ഓർഗനൈസേഷൻ്റെ അർത്ഥം. ഞാൻ 5 കാര്യങ്ങൾ ഈ ഹ്രസ്വ വീഡിയോയുടെ ഒതുക്കാൻ വേണ്ടിയിട്ട് 5 കാര്യങ്ങൾ മാത്രം സെലക്ട് ചെയ്ത് പറയുകയാണ്. ഇത് വെച്ച് ഇതൊരു ഒരു അളവുകോൽ എന്നുള്ള രീതിയിൽ, ടച്ച് സ്റ്റോൺ എന്നുള്ള രീതിയിൽ നമ്മുടെ സംഘടന, അത് U3A ആയിരിക്കാം, സിനർജി ആയിരിക്കാം, നാട്ടിലെ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബായിരിക്കാം, വനിതാ സമാജമായിരിക്കാം, എവിടെയും ആപ്ലിക്കബിൾ ആയിട്ടുള്ള 5 കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. ഒന്നാമത്തെ കാര്യം ഷെയർഡ് വിഷൻ. വിഷൻ എന്ന് പറഞ്ഞാൽ ദർശനമാണ്. നമ്മുടെ സംഘടനയുടെ ദർശനം ആരുടെ ദർശനമാണ്? ഇതിൻ്റെ തുടക്കക്കാരുടെ ദർശനം മാത്രമാണോ? യൂണിവേഴ്സിറ്റിയുടെ ദർശനമാണോ? തോമസ് ഏബ്രഹാമിൻ്റെ ദർശനമാണോ എന്നുള്ള ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ തെറ്റി, അത് വളരുകയില്ല. ഇത് എല്ലാവരുടെയും ദർശനമാകണം. എന്ന് വെച്ചാൽ ദർശനം കാലത്തിനനുസരിച്ച് മാറുകയും വേണം. അതിനെ സംബന്ധിച്ച് പങ്കുവയ്ക്കൽ നടക്കണം. ആളുകൾ ഇത് ഓൺ ചെയ്യണം. OWN, ഓൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ കൂടിയാണ്. എൻ്റെ കൂടി അല്ലാത്ത ഒരു ദർശനത്തിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി ഞാൻ എന്തിനലയണം? ആളുകൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് സംഘാടകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ലക്ഷ്യം എന്താണ്, നമ്മുടെ ദർശനം എന്താണ്, നമ്മുടെ വീക്ഷണം എന്താണ് എന്നുള്ളതിനെ പറ്റിയുള്ള വിചിന്തനങ്ങൾ കാലാകാലം നടക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിൻ്റ്. അത് നടക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ U3Aയിൽ വരുമ്പം U3A എന്തിന് എന്നുള്ള കാര്യം എല്ലാവർക്കും വ്യക്തമായിരിക്കണം. ഓക്കെ. രണ്ടാമത്തേത് കണ്ടിന്യൂവൽ ലേണിംഗ് എന്ന് പറയും. അനുസ്യൂതമായ പഠന പ്രക്രിയ. ഇത് അംഗങ്ങളെ സംബന്ധിക്കുന്നതാണ്. അംഗങ്ങൾക്ക് പഠിക്കാനും വളരാനും, പഠിക്കുക എന്ന് പറഞ്ഞാൽ ഡിഗ്രി എടുക്കുന്ന പഠിത്തമല്ല, മാറ്റത്തിലേക്ക് നയിക്കുന്ന പഠനങ്ങൾക്ക് വേദി ഒരുക്കുവാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ് ഈ സംഘടനയ്ക്ക് സാധിക്കണം. അതിന് വേണ്ട നിരവധി കാര്യങ്ങൾ. ഒന്ന്, വായനയെ പ്രോത്സാഹിപ്പിക്കാം. സിനർജിയിലാണെങ്കിൽ ഒരു റീഡേഴ്സ് ഫോറമുണ്ട്. പെപ് ടോക്കുകൾ നടത്താം. പ്രതിമാസ യോഗത്തിൽ ഒരു 1.5 മണിക്കൂർ സമയം TCI വർക്ക്ഷോപ്പുണ്ട്. ഇങ്ങനെ ഒക്കെ ഓരോ വ്യക്തിയും വളരണം. വളരാത്തവരെങ്ങനെ വളർത്തും? അതുകൊണ്ട് അംഗങ്ങൾ വളരുന്നു എന്ന് ഉറപ്പുവരുത്തുക. അംഗങ്ങൾ തളം കെട്ടി നിൽക്കുന്നില്ല എന്ന് ഉറപ്പാക്കുക. തളം കെട്ടിയാൽ ദുഷിക്കും. ദുഷിച്ചാൽ രോഗം ബാധിക്കും. മറ്റുള്ളവരിലേക്കും ആ രോഗം പകരും. അതുകൊണ്ട് നമുക്ക് വളർന്നുകൊണ്ടേയിരിക്കാം. മൂന്നാമത്തെ പോയിന്റിലേക്ക് വരികയാണ്. ഇതിന് കണക്ടിവിറ്റി എന്ന് പറയാം. ഇത് അംഗങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിക്കുന്ന കാര്യം. സിനർജിയിൽ ഇന്ന് 60ഓളം പേര് സജീവ പ്രവർത്തകരുണ്ട്. ഈ സജീവ പ്രവർത്തകർ തമ്മിലുള്ള ബന്ധം എന്താണ്? അയാളെ എനിക്കറിയാം എന്നു മാത്രം പറയാൻ സാധിക്കുന്ന ഒരു പരിചയബന്ധമാണോ, അതോ സുഹൃത്താണോ, സുഹൃത്തിനും അപ്പുറത്താണോ?
നമ്മൾ TCIയിൽ എപ്പോഴും പറയാറുള്ള ഒരു വാക്കുണ്ടല്ലോ, എന്താണ്? ബന്ധങ്ങളുടെ പടവുകൾ. വെറും പരിചയം പോരാ, അത് ആഴപ്പെട്ട് സൗഹൃദമാകണം, സൗഹൃദം വളർത്തുന്ന സൗഹൃദമാകണം, ആത്മബന്ധമായി ഉറയ്ക്കണം. സിനർജിക്കാർക്ക് ഈ 10ാം ഉദയത്തിൽ സ്വയം ചോദിക്കാൻ സാധിക്കേണ്ട ഒരു ചോദ്യം, ഇത്രയും വർഷങ്ങളിലൂടെ ഞാൻ എത്ര ആത്മബന്ധങ്ങൾ നേടിയെടുത്തു എന്നുള്ളതാണ്. U3Aക്ക് 2 വർഷമേ ആയുള്ളൂ. നമുക്കും ചോദിച്ചു തുടങ്ങാം, അവിടെയും ചോദിച്ചു തുടങ്ങാം, എനിക്ക് എത്ര ആത്മമിത്രങ്ങളെ നേടിയെടുക്കുവാൻ സാധിച്ചു എന്നുള്ളത്. നമ്മൾ 4ാമത്തെ പോയിന്റിലേക്ക് വരികയാണ്. നെറ്റ്വർക്കിംഗ് എന്ന് പറയും. നെറ്റ്വർക്കിംഗ് മനോഹരമായ ഒരു വാക്കാണ്. അതിൻ്റെ മലയാളത്തിനോട് എനിക്ക് ഇംഗ്ലീഷിനേക്കാൾ കൂടുതൽ താല്പര്യമുണ്ട്. കണ്ണിചേരൽ എന്നാണ്. നമ്മുടെ കടപ്പുറത്ത് കണ്ണി റിപ്പയർ ചെയ്യുന്ന മുക്കുവന്മാരെ കാണാറില്ലേ? കണ്ണി ചേരുകയാണ്. ഇത് സംഘടനാ തലത്തിലുള്ള കണ്ണിചേരലാണ്, കൈകോർക്കലാണ്. നമുക്കറിയാം U3A മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഒരു എക്സ്റ്റൻഷൻ പ്രോഗ്രാം. യൂണിവേഴ്സിറ്റിയുമായി ഒരു കണ്ണിചേരൽ അവിടെയുണ്ട്. യൂണിവേഴ്സിറ്റി എന്താണ് ചെയ്തിരിക്കുന്നത്? ബട്ടർഫ്ലൈ ഫൗണ്ടേഷനുമായി ഒരു കണ്ണിചേരലുണ്ട്. യൂണിവേഴ്സിറ്റിക്ക് സാധിക്കാത്ത ചില കാര്യങ്ങൾ ബട്ടർഫ്ലൈ ഫൗണ്ടേഷൻ ചെയ്യുന്നു. ബട്ടർഫ്ലൈ ഫൗണ്ടേഷൻ ഒരിക്കലും സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത കാര്യങ്ങൾ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ലേബലിലൂടെ നടക്കുന്നുവെന്നുള്ളതാണ്. അപ്പോൾ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, സമാന മനസ്കരും സമാന ദൗത്യങ്ങൾ കൊണ്ട് നടക്കുന്നവരുമായി വേണം കണ്ണിചേരാൻ എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, കണ്ണിചേരുന്ന കക്ഷി നമ്മളെ വിഴുങ്ങരുത്. ചില സംഘടനവുമായി കൂട്ടുചേർന്നാൽ അവരുടെ കാശൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ അതൊക്കെ നമുക്ക് ചെയ്യാമല്ലോ എന്ന് പറയും. അവരുടെ ബാനറായിരിക്കും മുമ്പിൽ കെട്ടുന്നത്. എന്നിട്ട് എല്ലാ കാര്യങ്ങളും അവരുടേതാക്കി തീർക്കുന്ന, അടിച്ചു മാറ്റുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള സംഭവം ഉണ്ടാകാതെ സൂക്ഷിക്കണം. ഇതാണ് 4ാമത്തെ കാര്യം. 5ാമത്തേത് റിസർച്ച് ആൻഡ് ഡോക്യുമെൻറ്റേഷനാണ്. റിസർച്ച് എന്ന് പറഞ്ഞാൽ PhDയിലേക്ക് നയിക്കുന്ന റിസർച്ച് അല്ല, ആക്ഷൻ റിസർച്ച്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഉദ്ദേശിച്ച ലക്ഷ്യം നേടുന്നുണ്ടോ, അതെങ്ങനെ മെച്ചപ്പെടുത്താം, ഈ അന്വേഷണമാണ്. ആ ഒരു ഗവേഷണ പരത ഒരു ഓർഗനൈസേഷൻ്റെ മുഖഭാവമാകേണ്ടതായിട്ടുണ്ട്. സിനർജിയിൽ അതുണ്ട്. സിനർജി 5 വർഷം കൊണ്ട് നടത്തിയ ഒരു പരിപാടിയുണ്ട്, ഒരു എക്സ്റ്റൻഷൻ പ്രോഗ്രാമാണ്. അത് കുട്ടികൾക്ക് വേണ്ടി നടത്തിയ ഒരു മെൻറ്ററിങ് പ്രോഗ്രാം, YGS, യൂത്ത് ഫോർ ഗ്ലോബൽ സിനർജി എന്ന പേരിൽ കുട്ടികൾക്ക് വേണ്ടി, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി അവരെ പഠിപ്പിച്ച് അവരെ മെൻറ്ററിങ് നടത്തി 12ാം ക്ലാസ്സിൽ എത്തിച്ചു, പറഞ്ഞു വിട്ടു. ആ ഒരു പ്രോജക്റ്റ് അതെങ്ങനെ ഉണ്ടായിരുന്നു എന്നതിനെ പറ്റിയുള്ള അന്വേഷണം, അത് ആക്ഷൻ റിസർച്ചാണ്. ഡോക്യുമെൻറ്റേഷൻ ചെയ്തങ്ങ് പോയാൽ പോരാ, ചെയ്യുന്ന കാര്യങ്ങൾ രേഖയാക്കി പോകണം. അതങ്ങനെ അവശേഷിപ്പിച്ച് പോയെങ്കിൽ മാത്രമേ പിൻഗാമികൾക്കതൊരു മാർഗദർശനമാവുകയുള്ളൂ. എനിക്കൊത്തിരി അഭിമാനമുള്ളൊരു കാര്യം, സിനർജി 10 വർഷമായി തുടങ്ങി. അതിൽ 8 വർഷം, 1ഉം 2ഉം വർഷം വിടാം, 8 വർഷം തുടർച്ചയായി ന്യൂസ് ലെറ്റർ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. ന്യൂസ് ലെറ്റർ അത് ആ ഒരു വർഷത്തെ പ്രവർത്തനങ്ങളുടെ കാൽപ്പാടുകൾ പതിയുന്ന ഒരു രേഖയാണ്. U3Aക്കും അത് ഫോളോ ചെയ്യാൻ സാധിക്കേണ്ട ഒരു കാര്യമാണ്. തളം കെട്ടാതെ ജീവിതം എന്നൊരു പുസ്തകം സിനർജി ഇറക്കി. 32 സിനർജിയൻസ് ചേർന്ന് എഴുതി. എന്താണ്? അതൊരു ആത്മപരിശോധനയാണ്. സിനർജിയിലൂടെ എൻ്റെ ജീവിതം തളം കെട്ടാതെ മുമ്പോട്ട് പോകുവാനായിട്ട് എങ്ങനെ സഹായിക്കുന്നു എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു എഴുത്താണ് ആ പുസ്തകത്തിൽ നടന്നിട്ടുള്ളത്. അപ്പം ഞാൻ 5 കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിച്ചു. ഒന്നാമത്തേത്, ആരുടെ വിഷനാണ് ഞാൻ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്നത്? ഷെയർഡ് വിഷൻ. രണ്ടാമത്തേത്, നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുക, വളർന്നുകൊണ്ടേയിരിക്കുക. വളരാതിരുന്നാൽ ആണ് അസുഖം ബാധിക്കുക, തളർന്നു പോവുക. അതുകൊണ്ട് ഓരോ വ്യക്തിയും പല മാർഗങ്ങളിലൂടെ വളരുന്നു എന്ന് ഉറപ്പാക്കുന്ന സംവിധാനങ്ങൾ സംഘടനയിലുണ്ടാവണം. മൂന്നാമത്തേത്, കണക്റ്റിവിറ്റി. ഒറ്റയ്ക്ക് ആർക്കും വളരാനാവില്ല.
ഒറ്റയ്ക്കാർക്കും സ്വർഗത്തിൽ പോകാനും പറ്റില്ല. വി നീഡ് വൺ അനദർ ടു ഗ്രോ അപ്പ് വിത്ത്. ആ ഒരു പാരസ്പര്യം ഉറപ്പാക്കുന്ന സംഘടന ഒരു ലേണിംഗ് ഓർഗനൈസേഷനാണ്. നാലാമത്തത് നെറ്റ്വർക്കിംഗ്. നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റയ്ക്കാർക്കും മികവിലേക്ക് എത്താൻ സാധിക്കുകയില്ല. ഓരോരുത്തരും ഓരോ മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്, അവരുടേതായ കരുത്തുകളുണ്ട്. അവരുമായി കണ്ണു ചേർന്ന് പോകുമ്പോഴാണ് നമുക്ക് ലക്ഷ്യപ്രാപ്തിയിലെത്താൻ സാധിക്കുക. അഞ്ചാമത്തത് റിസർച്ച് ആൻഡ് ഡോക്യുമെൻറ്റേഷനാണ്. അതൊരു തിരിഞ്ഞുനോട്ടവും വിലയിരുത്തലുമാണ് റിസർച്ച് എന്ന് പറയുന്നത്. തിരിഞ്ഞുനോട്ടമില്ലാത്ത ജീവിതം ജീവിക്കാൻ കൊള്ളുന്ന ജീവിതമല്ല. തിരിഞ്ഞു നോക്കണം, പാഠങ്ങൾ എടുക്കണം, അത് ഉഴുതു ചേർക്കണം നമ്മുടെ ഭാവി ജീവിത പ്രവർത്തനങ്ങളിലേക്ക്. അങ്ങനെയാണ് നമ്മൾ വളരുക. ഇനിയുമുണ്ട് 4-5 കാര്യങ്ങൾ പറയാൻ. പക്ഷേ തൽക്കാലം ഈ വീഡിയോയുടെ പരിമിതിക്കുള്ളിൽ നിൽക്കാൻ വേണ്ടി ഇതിവിടെ നിർത്തുകയാണ്. ഇത് സിനർജിയുടെ അടുത്ത മീറ്റിങ്ങിൽ ഒരു ചിന്താവിഷയമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ ഇത് എത്തുന്ന എല്ലാ U3A യൂണിറ്റുകളിലും അടുത്ത മാസത്തെ ചിന്താവിഷയം ഇതാവട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.